ഹലോ ഗൈസ്, നമ്മളിന്ന് മത്സ്യമില്ലാട്ടൊരു സ്കൂൾ ടൂറായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പം നമുക്ക് നേരെ വരെ സ്പോട്ടിലേക്ക് കൊണ്ടാക്കാം. ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മളിന്ന് കൊമ്പൻ്റെ കാളിൻ്റെ ബസ്സായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് മൂന്ന് കുട്ടികൾ കൂടിയിട്ട് നമ്മളെ കൊമ്പൻ്റെ ബസ്സിൻ്റെ കൊമ്പ് എറിഞ്ഞ് പൊട്ടിച്ച് ഗൈസ്. നമ്മളെ ഒരു കിളിയുണ്ട് ഇപ്പോഴോ. എടാ കിളി പറയടാ, കേരളം പറഞ്ഞു കൊടുക്കടാ. നമ്മളിപ്പോൾ എടുക്കും, നമ്മൾ എടുപ്പ് സുനി എന്ന് അറിയപ്പെടുക. ഈ കള്ള ഡ്രൈവർ നമ്മൾ എടുക്കാൻ പറ്റില്ല. ഈ കൊമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഡ്രൈവിങ് പഠിച്ചതിൻ്റെയാണ്. ഇയാൾ വെറുതെ അങ്ങനെയെല്ലാം പറയുന്നത്. അപ്പോൾ ഞാൻ നല്ല നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ, ഞാനെടുക്കാം ഗൈസ്. നീ തുടങ്ങിയില്ല അപ്പോഴത്തേക്ക് വസായി. ചെറിയൊരു കയ്യോ കാറ്റിക്കല് നമുക്ക് ഇന്ത്യയിൽ വ്യൂ എടുക്കാം. നമ്മൾ ഓരോ ദിവസം ഓരോ രീതിയിലാണ് വീഡിയോ എടുക്കാറ്. ചില സ്റ്റാറിംഗ് വീഡിയോ യൂസ് ചെയ്യും, ചില യൂസ് ചെയ്യാറില്ല. ഇന്നിപ്പോൾ സ്റ്റിയറിംഗ് വീലൊന്നും ഇല്ല. നല്ല ലൈറ്റെല്ലാം ഇട്ട് ഇങ്ങനെ കത്തിച്ച് പോകാൻ സുഖമല്ലേ. ട്രിപ്പ് എടുക്കാനുള്ള സമയമായി. ആൾക്കാരെ ഇവിടെ ഇറക്കിയിട്ട് പോവാം. ചെറുതായിട്ട് മാറിപ്പോയി. നമുക്ക് വെള്ളം ഇവരൊക്കെ വരുന്നങ്ങനെ പോവാം. നമുക്ക് ആദ്യം ഓടിപ്പോയി സ്ഥലമെല്ലാം കാണാം. മക്കളെ ദേശത്തിൻ്റെ ഭാഗത്താ ഒരു മെയ്സലാണ്. നമ്മൾ ഇവിടത്തേക്കാൾ ആദ്യത്തെ വരുന്നത് വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കണോ? ഫോട്ടോ എടുക്കണോ? നമുക്ക് തമ്പ് ചെയ്തിട്ടോ. കഴിച്ചൊരു ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ചാടി വണ്ടിക്ക് വരുന്നുണ്ട്. എല്ലാം റെഡി. ഇതിന് എല്ലാം എടുക്കാമല്ലേ നമുക്ക്. സ്റ്റെപ്പ് ഇറക്കി താഴെ കീച്ചിട്ട് നല്ല പൊട്ടിൽ കയറിട്ടെടുക്കാം. മലയാളി കൂടിയുള്ളതുകൊണ്ട് നമ്മൾ മാന്യമായി ഓടിക്കണം. ഇല്ല മുതലാളി, അങ്ങോട്ട് ബസ് പോവില്ല. ബസ് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറിയില്ല. അതാണ് ബസ്സിൻ്റെ പ്രശ്നം. അങ്ങനെയൊന്നും പറയാറ് മുതലാളി. എനിക്ക് വേണം ട്രെയിന് വിളിക്കേണ്ട പൈസ വെച്ച് എൻ്റെ അടുത്ത് ഓടിക്കാം അല്ലേ. ഓടാനുള്ള മുതലാളി. നമുക്ക് നമുക്ക് വെല്ലം എടുക്കാം അല്ലേ ഗൈസ്. രണ്ട് സ്ഥലത്ത് കൊണ്ടാക്കാനുണ്ട്. സാധാരണ ബസ്സിലായിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്തൊന്നും കൊണ്ടാക്കാൻ വരില്ല. എന്തായാലും നമുക്ക് വേഗം വിടാം. സമയം തീരെ ഇല്ല. നമുക്ക് സമയം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണല്ലോ. കത്തിച്ചളക്കണോ? 19:48 ഇവിടെ നമ്മളെ സാധാരണ സമയമാണ്. ഏക്കുന്ന പിള്ളേർ വിളിക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ ഗൈസ്. ചൊരക്കാന്ന് ഞാനാ എടുക്കുന്നത്. കിളിയാപ്പുറമ്പേ ഉള്ളിൽ പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരേ പോട്ടെ 50, 60 ചൊരയെല്ലാം ഇറങ്ങുമ്പോൾ ഒരു ഹോണെല്ലാം അടിക്കണം. അന്നേരം ആരൊക്കെ വേണം വീഡിയോ എടുക്കാനെന്ന് വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ അറിയുമല്ലോ. വെള്ളയിൽ പോകുന്നുണ്ട്.
പിള്ളേരെന്തിനാടാ വിളിച്ചേ? മാഗിയാ? ഓ ഞാൻ ഓടിച്ചോണ്ടിരിക്കുന്നു, നീ ഇരുന്നോ മതി. മാഗിയെല്ലാം തൊണ്ടേനെ കൂടി ഇറങ്ങി പോയടാ. ഒരു കയ്യ ശ്രമിക്കണം. അത് സാറില്ല. ചെകിട്ട കുറേ കാരണം കൊടുത്തിട്ടുണ്ട് നമ്മളെ മുതലാളിക്ക്. ചെറിയതായിട്ട് നമ്മളതിൻ്റെ മുകളിൽ കുടിക്കറ്റോ സംശയം. ഇനി നമ്മൾ 100-110 പോയിട്ടേ നമ്മൾ ബ്രേക്ക് എങ്ങനെയാണ് ചവിട്ടും. 110 കഴിഞ്ഞ് ഇനിയിപ്പോൾ 150 നമ്മളെ ലക്ഷ്യം. ചെറുതായിട്ട് തണുപ്പെല്ലാം പിടിച്ചിട്ടുള്ളത്. മുതലാളി വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്ന് എടുത്ത് മാറ്റിയിട്ടില്ല, തലയിലെ കൂടി എടുക്കുന്ന ഒരു മുന്നറിയിപ്പ് തന്നിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലെണ്ണത്തിന് 2 ഓണെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ ലൈക്കാണ് നമ്മൾ ടിക്കറ്റ്. നിങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് മാത്രം ഈ വീഡിയോ കാണുക. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ നിർത്തിയാലോ? നമുക്ക് വീഡിയോ അതിൻ്റെ ഇപ്പോൾ യൂട്യൂബിൻ്റെ ടൈം ലിമിറ്റ് എല്ലാം വന്നുകൊണ്ട് സീനാണ്. സാധനം ശോകാവസ്ഥയാണ്. വീഡിയോ ഇടാൻ പറ്റുന്നില്ല. വരെ ആരാൻ്റെ പമ്പത്തെല്ലാം കയറ്റി. ഓ ഗിയർ മാറ്റാനുള്ള ബുദ്ധിക്കുറവ് അത് ഞനക്ക് മാത്രമേ ഉള്ളൂ. തട്ടിയിട്ടില്ല കേട്ടാ. ഓ നേരെ വിടാ. അതിൻ്റെ പോയിട്ട് ആർന്നൊരു യൂട്ടേണിലെത്തിരി പേടിയങ്ങ് നിർത്താൻ ഒരു സ്ഥലം കെട്ടി അതിലിറക്കിയുടെ സ്ഥലമില്ലാലോ. എന്താ നമ്മൾ കയറ്റുന്ന കാണുന്നില്ലേ? തെറ്റ് നമ്മളെ ഭാഗത്താണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് വേറെ കലമ്പണം. അപ്പോൾ നാട്ടുകാർ വെച്ച് വിചാരിക്കും നമ്മളെ ഭാഗത്താണ് ശരിയെന്ന്. അതാണ് നമ്മളൊരു ചിട്ട. ഇതുണ്ട് ഈ ഒറ്റ തിരി. നമുക്കെന്നാ പിന്നെ ഇവിടെ എല്ലാം അങ്ങോട്ട് നിർത്താട്ടാ. പിന്നൊരു കാര്യം, നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സ്പോട്ടിൻ്റെ എടുക്കാം. അതാണ് സ്പോട്ട്. റൗണ്ട് നടന്ന് കറങ്ങി കാണുന്നുണ്ട്. അല്ല വേണ്ട, നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് ആ സ്ഥലത്ത് നിന്ന് നിർത്താടാ. വേണ്ട വേണ്ട വേണ്ട, സ്പോട്ട് പോണ്ടാ വെറുതെ. ആരെയാണ് സ്പോട്ട്? നമ്മൾ ഇങ്ങനെ എടുത്ത് സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയിട്ടാ. ഈ പാർക്കിലേക്കാണ് ഇവർ വരാൻ പറഞ്ഞത്. സ്പോട്ട് പോണ്ടിക്ക് പോവാ, എന്നാൽ വെറുതെ പോയിട്ട് വരാല്ലേ. പക്ഷെ ഇപ്പം തന്നെ 8 മിനിറ്റ് ആയി. നമ്മളിപ്പോൾ എന്ത് ചെയ്യാ? ശരിയില്ല. ഇനി ഇത് നമ്മളെ വെഗാൻ്റെ V4 ആണ്. V2 എനിക്ക് ഓർമ്മയില്ല. V4 ആണല്ലേ? നമ്മൾ ഓർമ്മ നോക്കാൻ പറ്റില്ല. മാറിയിട്ടുണ്ടാവും മൊത്തത്തിൽ കയറിയാലോ. മഞ്ഞാത്തി ഇത് പോടാറ്. മഞ്ഞാത്തി എടുക്കണമെന്ന് നമ്മളെ നിയമം. അധികം കളിച്ചാൽ നിയമം പഠിപ്പിച്ചിട്ടേ വിടും ബസ്സുകാരെ. ബസ്സുകാരുടെ നിയമം എനിക്കൊന്നും അറിയില്ല. ഇവിടെ നിർത്താനൊരു സ്ഥലമില്ല ഗൈസ്. വെറുതെ വന്നു. പാർക്കിംഗ് ഉണ്ടല്ലോ അല്ലേ? എല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറ്റിയാണ് പാർക്ക് ചെയ്യാം. നമുക്ക് അങ്ങനത്തെ സീനൊന്നുമില്ല. പെർമിറ്റ് കട്ടാക്കട്ടെ. മുതലാളി ഇല്ലേ? എന്താ മുതലാളി? ഇതെല്ലാം മുടിപ്പിക്കുക. എന്നാ പിന്നെ എല്ലാം കൂടെ ഇറങ്ങാല്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.